നമുക്ക് നമ്മുടെ ഈ പ്ലാന്റിൽ 10,000 പൊറോട്ട വരെ ഒരു ദിവസം പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. എക്സ്പെർട്ട് ആയിട്ടുള്ള പൊറോട്ട മേക്കേഴ്സാണ് നമ്മൾ ഇവിടെ നിന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു റൂമാണ് നമ്മൾ പാക്കിങ്ങിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്വാളിറ്റിയുടെ ടീം ഇത് ചെക്ക് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ഈ തേങ്ങ ചിരവുന്നൊക്കെ മെഷീൻ വെച്ചിട്ടാണ്. അതെ അതെ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത് സ്പീഡിലാണ് കുറെ ചേച്ചിമാർ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഇവർ തന്നെയാണ് നമ്മുടെ പ്ലാന്റിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്. ആറോ വാട്ടർ യൂസ് ചെയ്തിട്ടൊക്കെ ഇവിടെ വാഷ് ചെയ്യുന്നുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ ഹൈജീനിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഓണസദ്യയാണ്. ഓണസദ്യ നിങ്ങൾ ഇവിടെ നയിക്കുന്നുണ്ടോ? ഉണ്ട്. F0 വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന് അടുത്തായിട്ട് കോടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്കൈലക്സ് ഫ്രോസൺ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഗംഭീര കമ്പനിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലുള്ള വിഭവങ്ങള് ഫ്രോസൺ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗംഭീരമായുള്ള കമ്പനി. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തനി നാടൻ കാർഷിക വിഭവങ്ങള് ഹൈജീനായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണണ്ടേ. നേരെ സ്കൈലക്സ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. സ്കൈലക്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായുള്ള ദീപു ചേട്ടൻ ഇപ്പൊ കൂടെ ഉള്ളത്. ഇങ്ങനെ ഒരു പ്രോജക്ട് നിങ്ങൾ തുടങ്ങാൻ ഒരു കാരണം എന്തായിരുന്നു? ഞങ്ങളൊരു 8 വർഷമായിട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷെൽഫ് ലൈഫായിരുന്നു. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഫ്രോസൺ പ്ലാന്റ് എന്നൊരു ആശയത്തിലേക്ക് വന്നത്. ഫ്രോസൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം അതിലധികമോ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഷെൽഫ് ലൈഫ് നമുക്ക് ലഭിക്കും. നമുക്ക് യാതൊരുവിധ പ്രിസർവേറ്റീവും ചേർക്കാതെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും 2 വർഷം വരെ നമുക്ക് ഷെൽഫ് ലൈഫ് ലഭിക്കുന്നുണ്ട്. അതാണ് ഫ്രോസന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാനിവിടെ വന്ന സമയത്ത് അറിഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടുന്ന് സദ്യ വരെ വിദേശ രാജ്യങ്ങൾക്ക് കയറ്റി അയച്ചു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ സീസണിൽ ഞങ്ങൾ 20,000 പേർക്കുള്ള ഓണസദ്യ യൂറോപ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു പ്ലാന്റിലുള്ള പ്രോസസ്സാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നമുക്ക് കാണാം. നമ്മൾ ആദ്യം ഏത് പ്രോസസ്സാണ് കാണാൻ പോകുന്നത്? നമുക്ക് കപ്പയിലേക്ക് പോവാം. ഓക്കെ. കപ്പ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ടാണ് കളക്ട് ചെയ്യുന്നത്. കപ്പയുടെ ലോഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയുടെ ടീം അത് ചെക്ക് ചെയ്യും. കപ്പ ചെക്ക് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ വാഷ് ചെയ്യാണ്. വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ തൊലി കളയും. തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആറോ വാട്ടർ ഉപയോഗിച്ച് വീണ്ടും കപ്പ വാഷ് ചെയ്യാണ്. ആറോ വാട്ടർ യൂസ് ചെയ്തിട്ടൊക്കെ ഇവിടെ വാഷ് ചെയ്യുന്നുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ ഹൈജീനിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിനുശേഷമാണ് കപ്പ പ്ലാന്റിന്റെ അകത്തേക്ക് വരുന്നത്. പ്ലാന്റിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വാഷ് ചെയ്യാണ്. ഇവിടെ വീണ്ടും വാഷിംഗ് ആണ്. അതെ തീർച്ചയായിട്ടും. ഇതിന് ശേഷമാണ് നമ്മൾ കപ്പ ഡ്രം കട്ട് ആണെങ്കിൽ ഡ്രം കട്ട്, സ്ലൈസഡ് ആണെങ്കിൽ സ്ലൈസഡ്, ഇങ്ങനെ ഈ 2 സ്റ്റൈലാണ് മെയിൻ ആയിട്ട് യൂറോപ്പിലേക്കും എല്ലാം ഇത് എക്സ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കട്ടിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ ചേച്ചിമാർ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഇവർ തന്നെയാണ് നമ്മുടെ പ്ലാന്റിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്. ഇവിടെ കണ്ട എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹൈജീൻ കീപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? അതെ. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എക്സ്പോർട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈജീനിന് യാതൊരു വിട്ടുവീഴ്ചയില്ലാണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഷെൽഫ് ലൈഫിനെ അത് ബാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പ്ലാന്റിന്റെ ഉള്ളിലെ തറ മുതൽ ഓരോ ആളുകളെ ഡ്രസ് കോഡ് വരെ അത്രയും നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഇവിടുന്ന് ഈ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഈ ഓരോ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലായിട്ടാണ് അല്ലേ? അതെ അതെ. ക്ലീനിങ് നമുക്ക് ഒരു സെക്ഷനാണ്, പാക്കിംഗ് ഒരു സെക്ഷനാണ്, കട്ടിംഗ് ഒരു സെക്ഷനാണ്. കട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് വരുന്നത്. ഇവിടെ കുറെ ചേച്ചിമാർ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള തൂക്കം അനുസരിച്ചാണ് നമ്മുടെ ഓരോ പാക്കിംഗ് നമ്മളിവിടെ നടക്കുന്നത്. ഡെയിലി നിങ്ങൾ എത്ര ടൺ കപ്പ ഇവിടുന്ന് പ്രോസസ് ചെയ്യുന്നുണ്ട്? നിലവിൽ നമ്മൾ 6 ടൺ കപ്പ വരെ നമുക്ക് ഇവിടെ നിന്ന് പ്രോസസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഭാവിയിൽ നമ്മൾ ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും കൂടുതൽ കൂട്ടാനുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. അടുത്ത നമ്മൾ എന്താ കാണാൻ പോകുന്നത്? നമുക്ക് തേങ്ങയിലേക്ക് പോവാം. തേങ്ങയുടെ സെക്ഷനിൽ നമുക്ക് ഇവിടെ ലോഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയുടെ ടീം കപ്പ ചെക്ക് ചെയ്യണോളം തന്നെ തേങ്ങയും ചെക്ക് ചെയ്യും. തേങ്ങയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ അതിന്റെ പ്രോസസ്സിംഗിലേക്ക് പോകുന്നത്. തേങ്ങ നമ്മളിവിടെ പൊട്ടിച്ച് പ്രൈമറി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഫൈബർ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് തേങ്ങ പൊട്ടിക്കാനായിട്ട് പോകുന്നത്. തേങ്ങ പൊട്ടിച്ചതിന് ശേഷം പ്ലാന്റിന്റെ അകത്തേക്ക് തേങ്ങ എത്തുകയാണ്. ഇവിടെ നമ്മുടെ ക്വാളിറ്റിയുടെ ടീം തേങ്ങയുടെ ക്വാളിറ്റി വീണ്ടും ചെക്ക് ചെയ്യാണ്. അതിനുശേഷമാണ് ഗ്രേറ്റേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഈ തേങ്ങ ചിരവുന്നൊക്കെ മെഷീൻ വെച്ചിട്ടാണ്? അതെ അതെ അതെ. പൂർണ്ണമായിട്ട് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഏകദേശം നമ്മൾ ഹാൻഡ് ഗ്രേറ്റഡ് ആണ് ഇവിടെ ഇപ്പൊ നടക്കുന്ന പ്രോസസ്സ്. ഇവിടെ ഒരേ സമയം 4 പേര് നിന്നിട്ടാണ് ഇവിടുന്ന് തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. ഇവരെല്ലാം നമ്മുടെ ഈ തേങ്ങയുടെ പ്രോസസ്സിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത് സ്പീഡിലാണ് ഓരോ ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഇനി ഇതെങ്ങോട്ട് ഈ ഒരു തേങ്ങ പോകുന്നത്? ഇനി ഈ തേങ്ങ പാക്കിംഗ് റൂമിലേക്കാണ് പോകുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ കപ്പയുടെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്താണ് പാക്കിംഗ് റൂം അല്ലേ? അതെ അതെ. വേറൊരു റൂമാണ് നമ്മൾ പാക്കിങ്ങിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്വാളിറ്റിയുടെ ടീം ഇത് ചെക്ക് ചെയ്യാണ്. ഇവിടെ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ബ്രൗൺ പാർട്ടിക്കിൾസ് ഒക്കെ അതിൽ വീഴാൻ സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടുന്ന് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ പാക്കിങ്ങിലേക്ക് പോവാണ്. നമ്മുടെ ചേച്ചിമാർ ഇത് പാക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ട്രോളിയിലേക്ക് മാറ്റും.
ആ പ്രൊഡക്റ്റ് വീണ്ടും നമ്മൾ ബ്ലാസ്റ്റ് റൂമിലേക്കാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ബ്ലാസ്റ്റ് റൂമിലേക്കാണ് പോകുന്നത്. അതെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതായത് നമ്മുടെ മലയാളികളുടെ വികാരമായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇത് അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണല്ലോ ഇവിടെ. അതെ, നമുക്ക് നമ്മുടെ ഈ പ്ലാന്റിൽ 10,000 പൊറോട്ട വരെ ഒരു ദിവസം പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. 10,000 പൊറോട്ട ഒരു ദിവസം? അതെ, എക്സ്പെർട്ട് ആയിട്ടുള്ള പൊറോട്ട മേക്കേഴ്സ് ആണ് നമ്മൾ ഇവിടെ നിന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടൻ രുചിയിൽ കേരള സ്റ്റൈൽ പൊറോട്ടയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഈ പൊറോട്ട ഒക്കെ ചുട്ടെടുത്തതിന് ശേഷം പിന്നെ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് പോവാണ്. പാക്കിംഗ് സെക്ഷനിൽ നമ്മൾ പൊറോട്ട ഫസ്റ്റ് തന്നെ ചൂടാറാനായിട്ട് വെക്കുകയാണ്. കൂളാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതെ. ഇതെന്താണ്, ഇതൊക്കെ നിങ്ങൾ SS ആണ് യൂസ് ചെയ്യുന്നത്? അതെ, നമ്മുടെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ 304 SS ഇട്ടാണ് റെഡി ചെയ്യുന്നത് പ്ലാന്റിൽ മുഴുവനായിട്ട്. അതെ അതെ. ഈ പാക്കിങ്ങിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? പാക്കിങ്ങിൽ നമ്മുടെ ഓരോ രാജ്യത്തിന്റെ റിക്വയർമെന്റ്സും ഓരോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് 300 ഗ്രാം മുതൽ 2 കിലോ വരെ പൊറോട്ട നമ്മൾ പാക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഈ പൊറോട്ട പാക്ക് ചെയ്യുന്നത് തന്നെ പൗച്ചിലും ഡുപ്ലക്സിലും പോകുന്നുണ്ട്. രണ്ട് ടൈപ്പ് ആയിട്ട് പോകുന്നത്. അതെ, 2 ടൈപ്പ് ആയിട്ട് പോകുന്നു. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കേരള പൊറോട്ട, നൂൽ പൊറോട്ട, സിലോൺ പൊറോട്ട, കൊത്തു പൊറോട്ട, അങ്ങനെ പൊറോട്ടയുടെ എല്ലാ വെറൈറ്റി ഐറ്റംസും നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കും. സ്കൈലക്സ് കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജർ ആയിട്ടുള്ള സിനിച്ചേച്ചാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളിപ്പോ കണ്ട പ്രോഡക്റ്റ് അല്ലാതെ കുറെ പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ ഇനി കാണാൻ പോകുന്നതിൽ ആദ്യം ഏത് പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കുമ്പിളപ്പമാണ്. കുമ്പിളപ്പത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചക്കപ്പഴം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ച് ഇവിടെ ക്ലീൻ ആക്കി നമ്മളത് പൾപ്പാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് ഉഴുന്നുവടയുണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, പഴംപൊരിയുണ്ട്, പരിപ്പ് വടയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സ്നാക്സ് ഐറ്റംസും നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചക്കക്കുരു, കൂർക്ക, ഡ്രം സ്റ്റിക്ക്, സാമ്പാർ മിക്സ് ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റ് പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഓണസദ്യയാണ്. ഇത് 3 തരം പായസം ഉൾപ്പെടെ 22 വിഭവങ്ങളാണ് ഈ കാർട്ടണിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? 5 പേർക്ക് കഴിക്കാൻ സാധിക്കും. 5 പേർക്ക് കഴിക്കാനുള്ള ഓണസദ്യ നിങ്ങൾ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഇതില് 5 പേർക്കുള്ള വാഴയില, അലുവ, ബനാന ചിപ്സ്, പപ്പടം, ശർക്കര വരട്ടി, ലെമൺ പിക്കിൾ, മാംഗോ പിക്കിൾ, പുളിയിഞ്ചി, കൂട്ടുകറി, ബീട്രൂട്ട് പച്ചടി, മെഴുക്ക് പുരട്ടി, ഓലൻ, ഗോതമ്പ് പായസം, അടപ്രഥമൻ, പയറ് പായസം, സ്വീറ്റ് കറി അഥവാ പൈനാപ്പിൾ കറി, മിക്സഡ് തോരൻ, എരിശ്ശേരി, അവിയൽ, സാമ്പാർ, പരിപ്പ് കറി. ഇതുപോലെ ഓണസദ്യ നമുക്ക് വിദേശത്തിരുന്ന് യൂറോപ്യൻ കൺട്രീസിൽ പോലെ ഇരുന്നു കൊണ്ട് ആസ്വദിക്കാനുള്ള വലിയൊരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? ഇനി ഇതിനൊരു ചോറ് കൂടി ആവശ്യമുള്ളൂ അല്ലേ? ചോറ് മാത്രം മതി, ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് പാകം ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്? നിലവിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് കാനഡയിലുണ്ട്, പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്, മാൾട്ട ഉണ്ട്, സ്ലോവാക്യ ഉണ്ട്, സ്പെയിൻ ഉണ്ട്. ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളിത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ബയേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് മാത്രം നിങ്ങളിപ്പോൾ കൊടുക്കുള്ളൂ നിലവിലല്ലേ? പുതിയ ഈ വീഡിയോ കണ്ടിട്ട് പലരും ചിലപ്പോൾ വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ റെഡിയാണ്? തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുതിയ കുറച്ച് കൺട്രീസിലേക്ക് വേണ്ടി നമ്മൾ സ്കൈലക്സ് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല ബയേഴ്സിന്റെ എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവരായിട്ട് അസോസിയേറ്റ് ചെയ്യും. അതൊരു വീഡിയോ കാണുന്ന പലർക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് സിംഗിൾ ആയിട്ടൊക്കെ കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഫ്രോസൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സിംഗിളായ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടായി. ഇപ്പൊ നിലവിൽ നമ്മൾ ഒരു ഫുൾ കണ്ടെയ്നർ പ്രൊഡക്ട്സ് ആയിട്ടാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നർ ആയിട്ട് വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് സ്കൈലക്സ് കമ്പനിയുടെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഇവിടെ പ്രോസസ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഓണസദ്യ വരെ, അതും 22 കൂട്ടങ്ങൾ അടങ്ങിയിട്ടുള്ള ഓണസദ്യ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങൾ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്കൈലക്സുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഈ പറയുന്ന രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് സ്കൈലക്സ് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.